നൂറ് ഹബീബ് തങ്ങൾ അവിടെ പോയി കണ്ടൊരു 100 റുപ്യ കൊടുത്താളാ കൊടിമരത്തിൽ. മറ്റേ സാമിനോടൊന്നും വലിയ ഫലം ഉണ്ടായിട്ടില്ല. ആ കൊടിമരത്ത് പോയി കണ്ട ആരും കാണാതെ ഒരു 100 റുപ്യ മെല്ലിട്ട് പോരെ. തോറ്റോട്ടെ വിശ്വാസം ഉണ്ടായിട്ടൊന്നല്ല, പക്ഷെ എന്നാലും ഒരു പ്രത്യേക ഘട്ടത്തില് സ്വാമിമാരോട്ട് കൂട്ടിയാൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കണം. അതാണ് അന്റെ ഉടായ്പൊന്നും നടക്കണം. പരിശ്രമം മാത്രമേ ഉള്ളൂ. കണ്ട് ഇങ്ങോട്ട് കേറിക്കോ. നിങ്ങളെ പരിപാടി ഇറക്കട്ടെ, ഫ്രീ ആകുമ്പോൾ വിളിക്കാം. അപ്പൊ ഇനി ബ്രസീലരോട് പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മളേതായാലും തോറ്റ്, അതങ്ങോട്ട് അംഗീകരിക്കുക, വേറെ മാർഗമില്ലല്ലോ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് തല ഉയർത്തി നടക്കണം എന്നുണ്ടെങ്കിൽ അർജന്റീന തോൽക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നൂറ് ഹബീബ് തങ്ങളെ ആറ്റക്കോയൻ്റെ കൊടിമരത്തേക്ക് നമ്മൾ അന്തരമ്പാട് ഒരു 100 റുപ്യ എന്തായാലും കൊണ്ടുപോയിട്ടു. പക്ഷെ അതിമൊന്നും ഇപ്പോൾ അത് കൂട്ടിയാൽ കൂടൂല. നല്ല ഉഗ്രമൂർത്തികളെ കണ്ടിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇതാ ഇവനൊരു ഫുള്ള് വാങ്ങി കൊടുത്താൽ മതി. ഇവൻ കരുതിയ ഇന്ന് കേരളത്തിൽ ഇവനെ മറിച്ചു വെക്കാൻ പറ്റിയൊരു ക്ഷേത്രം വേറല്ല. ഇവൻ കരുതിയാൽ നടക്കും. ഇവനെ പോയി കാണുക, അർജന്റീന തോൽക്കാനുള്ള കൂടോത്രം ചെയ്യുക, അതുപോലെ നല്ല വൃത്തിയായിട്ട് ചെയ്തു തരും. ആ പണി എനിക്കറിയാം. അതോടുകൂടി അർജന്റീനയുടെ കാര്യത്തിലൊരു തീരുമാനമാവും. ബ്രസീലിലും അർജന്റീന ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ നമ്മളെ CR7 തന്നെ. അപ്പോൾ നമ്മൾ ചെറുക്കിന് വേണ്ടി എല്ലാവരും ഒന്ന് മനമൊരുക്കി ഇപ്രാവശ്യം ചെറുക്കും കൊണ്ടാകട്ടെ. എന്തേ?